എപ്പോഴും എനിക്ക് ഇങ്ങനെ എപ്പോഴും ഗതികേടാണ്, ഇങ്ങനെയൊക്കെ പറയും. അത് എന്റെ ജീവിതം നശിച്ചു പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യരുത്. അതൊരു റോബോട്ടിക് അഫർമേഷൻ ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അത് ഇന്നത്തോടുകൂടി നിർത്തിയായ ഒരുപാട് പാട്ടുകൾ എനിക്കുണ്ട് താനും. സോ ആ ഒരു ശീലമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റോബോട്ടിക് അഫർമേഷൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യും. പ്രത്യേകിച്ച് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ റോബോട്ടിക് അഫർമേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് തന്നെയാണ്. പ്രത്യേകിച്ച് ഡൗട്ടിങ് ഒന്നുമില്ലാതെ, പ്രത്യേകിച്ച് ഓവർ തിങ്കിങ് ഒന്നുമില്ലാതെ നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നടത്തി തരാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് റോബോട്ടിക് അഫർമേഷൻസ്. സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക് റോബോട്ടിക് അഫർമേഷൻസ് ആണ്. വളരെ സിമ്പിൾ ആണ്, പക്ഷേ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് റോബോട്ടിക് അഫർമേഷൻസ്. സോ ഇന്നത്തെ ഈ വീഡിയോയോട് കൂടി നിങ്ങളുടെ റോബോട്ടിക് അഫർമേഷൻസിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ട്സും ഞാൻ മാറ്റി തരുന്നതായിരിക്കും. എനിക്കറിയുന്ന എല്ലാ വിവരങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റോബോട്ടിക് അഫർമേഷന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? സാധാരണ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അല്ലെ, നിങ്ങളുടെ ഫീലിങ്സിന് അവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. നിങ്ങൾ തീരെ സമയമില്ലാത്തൊരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല, നിങ്ങൾ വളരെ തിരക്കിട്ട ഒരു ജീവിതത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ റോബോട്ടിക് അഫർമേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ ഇതൊരു ഇമോഷൻ ലെസ് ആയിട്ടുള്ള അഫർമേഷൻ മെത്തേഡാണ് റോബോട്ടിക് അഫർമേഷൻ. സോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടന്നു പോകാം. അപ്പോൾ ഇതൊരു റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ ലെസ് അഫർമേഷൻസ് ആണ്. അതായത് ഒരു റോബോട്ട് പറയുന്നത് പോലെ നമ്മൾ ചില അഫർമേഷൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയാണ് റോബോട്ടിക് അഫർമേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഗോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കുക. അത് പതുക്കെ ആക്റ്റീവ് ആക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ കോൺഷ്യസ്ലി പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് നമ്മൾ ഇംപ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഒരു ബൈപാസ് ക്രിയേറ്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. നമ്മളുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് അത് അറിയാവല്ലേ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇംപ്രിന്റ് ചെയ്ത് അതിനെ ഒരു റിയാലിറ്റി ആക്കി മാറ്റാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ അതാണ് റോബോട്ടിക് അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഇനീഷ്യലി ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എത്രത്തോളം വിശ്വാസം ഉണ്ടെന്നുള്ളതൊന്നും ഇതിൽ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒറ്റ കാര്യമുള്ളൂ, റെപ്പറ്റീഷൻ. നിങ്ങൾ പറയുന്ന അഫർമേഷൻ നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ എപ്പോൾ യൂസ് ചെയ്താലും ശരി, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ മാത്രമാണ് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകേണ്ടത്. എവറിഥിങ് അബൌട്ട് റെപ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സ് അത് അക്സെപ്റ്റ് ചെയ്യുന്നിടം വരെ നമ്മൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ റെപ്പറ്റേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു പ്രത്യേകതയാണ്, നമ്മൾ പറയുന്നത് സത്യമാണോ അല്ലയോ എന്നൊന്നും അതിനറിയില്ല. സോ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ അഫർമേഷൻസ് യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. പക്ഷെ ഈ റോബോട്ടിക് അഫർമേഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മൾ കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. ഇതിങ്ങനെ റിപ്പീറ്റ് വരുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് റിയാലിറ്റി ആണോ അതോ അല്ലയോ എന്നൊന്നും മനസ്സിലാവാതെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയം വരും. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക. ചില സമയത്ത് ചില പാട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പാടാറുണ്ട്. എനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ചില വരികൾ എൻ്റെ വായിലൊന്നും പോകില്ല, അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ എനിക്ക് ഇനിഷ്യലി ഇഷ്ടമില്ലാത്ത പാട്ടുകളായിരിക്കും, പക്ഷെ അത് കേട്ട് പിന്നീട് ഇഷ്ടമാവും. പിന്നീട് ഇഷ്ടമായ ഒരുപാട് പാട്ടുകൾ എനിക്കുണ്ട് താനും. സോ ആ ഒരു ശീലമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റോബോട്ടിക് അഫർമേഷൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളത് മിസ് ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, അത് നമ്മൾ എന്തുകൊണ്ടാണ് ആ പാട്ട് പിന്നീട് ഇഷ്ടപ്പെട്ടു പോകുന്നത്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിന്റെ വരികൾ പതിഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് അതിനെ മറക്കാൻ പറ്റാതെ നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ റോബോട്ടിക് അഫർമേഷനിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റെസിസ്റ്റൻസ് ഇല്ല. ഇപ്പോൾ നമ്മൾ അഫർമേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിഷ്വലൈസേഷനോ എന്തെങ്കിലും ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സെൽഫ് ഡൗട്ട് വരാനായിട്ട് ഇനീഷ്യലി ഒരു ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാനും ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഒരു കാര്യം പറയുമ്പോൾ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിത് എടുത്തു പറയേണ്ടതായിട്ട് വരുന്നു. അതായത് ഇതില്
എന്ന് പറയുന്നത് സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിലെ വിശ്വസിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇവിടെ വരുന്നില്ല. സോ നമ്മളൊരു കാര്യം, നമുക്കില്ലാത്തൊരു കാര്യം നമ്മൾ വിശ്വസിക്കാൻ ശ്രമിക്കുമ്പോൾ പൊതുവെ ഒരു റെസിസ്റ്റൻസ് വരും. അതായത് ഇതില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നൊരു കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ക്വസ്റ്റ്യൻ വരാം. സോ ഇവിടെ ആ ഒരു കാര്യമില്ല, കാരണം നമ്മൾ അതിലേക്ക് യാതൊരു ഇമോഷനും കൊടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് എങ്ങനെയാണ്, എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ഒരു റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ വേർഡ്സിലേക്ക് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ അല്ലെ. അതെങ്ങനെയാണ് നിങ്ങളുടെ ആ ബിലീഫ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒന്നും ഡിസ്റ്റിങ്യൂഷ് ചെയ്ത് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൊടുക്കുന്ന ഒരു വാക്ക്, നമ്മളൊരു പ്ലാന്റിന്റെ സീഡ് നടുന്നത് പോലെയാണ്, ഒരു വിത്ത് നടുന്നത് പോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് പതിയെ ഗ്രാജുവലി വളർന്ന് നമ്മുടെ ബിലീഫ് സിസ്റ്റവും അതുപോലെ തന്നെ വളർന്ന് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. സോ നമ്മുടെ ബിലീഫിനെയാണ് നമ്മൾ ഗ്രോ ചെയ്തെടുക്കുന്നത് ഈ ഒരു മെത്തേഡിലൂടെ. ഓക്കെ, അതായത് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആളുകളോട് ഞാൻ അങ്ങനെ ചെയ്യരുതെന്ന് പറയാറുണ്ട്. ചില ആളുകൾ എപ്പോഴും എനിക്ക് ഇങ്ങനെ എപ്പോഴും ഗതികേടാണ് ഇങ്ങനെയൊക്കെ പറയും, അത് എന്റെ ജീവിതം നശിച്ചുപോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യരുത്. അതൊരു റോബോട്ടിക് അഫർമേഷൻ ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് ഇന്നത്തോടുകൂടി നിർത്തിയേക്കുക. കാരണം നിങ്ങളൊരു റോബോട്ടിക് അഫർമേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നായിരിക്കും ആഗ്രഹം, പക്ഷെ നിങ്ങൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ തന്നെ ഒരു കാര്യം കൊടുക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ബിലീവ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതം ഇങ്ങനെ മോശമാണെന്ന് അത് ബിലീവ് ചെയ്യാൻ തുടങ്ങും. സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കാര്യം ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. സോ അത് നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ നല്ല രീതിയിൽ നടക്കും, മോശം കാര്യങ്ങൾക്കാണെങ്കിൽ അങ്ങനെ നടക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ റോബോട്ടിക് അഫർമേഷൻസ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. നിങ്ങളൊരു അഫർമേഷൻ ചൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, അതൊരു വളരെ ഷോർട്ട് ആയിട്ടുള്ള പ്രസന്റ് ടെൻസിലുള്ള ഒരു അഫർമേഷൻ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഐ എം വെൽത്തി, ഞാൻ ധനികയാണ് എന്ന് ഞാൻ അഫേം ചെയ്യുവാണ്. സോ ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഐ എം വെൽത്തി, ഐ എം വെൽത്തി, ഐ എം വെൽത്തി. മനസ്സിലായോ? ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഐ എം ഹെൽത്തി എന്നാണ്, നിങ്ങൾ ആരോഗ്യപൂർണ്ണമാണ്, അല്ല ആരോഗ്യപൂർണ്ണമായ ശരീരമാണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ ഞാൻ ആരോഗ്യവാനാണ്, ആരോഗ്യവതിയാണ് എന്നാണ് നിങ്ങൾ അഫേം ചെയ്യുന്നതെങ്കിൽ ഐ എം ഹെൽത്തി, ഐ എം ഹെൽത്തി, അങ്ങനെ അഫേം ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഒക്കെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ, ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഫർമേഷൻ ആണ് ഐ എം ലൂസിങ് വെയിറ്റ്, ഐ എം ലൂസിങ് ഫാറ്റ്, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലവ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് അഫേം ചെയ്യാം, ഐ എം അട്രാക്ടിങ് മൈ സ്പെഷ്യൽ പേഴ്സൺ, ഐ എം അട്രാക്ടിങ് മൈ സ്പെഷ്യൽ പേഴ്സൺ, ഇങ്ങനെ അഫേം ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ോട്ടിനെ പോലെ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മിനിമം 5 to 10 minutes എങ്കിലും നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യണം. മിനിമം 10 minutes എങ്കിലും നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അത് പറയുകയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, 10 minutes നിങ്ങൾ എഴുതിക്കൊണ്ടേ ഇരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ വേർഡ്സിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. നിങ്ങളത് ഇമോഷൻ ഒന്നും അവിടെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം റോബോട്ടിക് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ റോബോട്ട് ചെയ്യുന്ന പോലെ, റോബോട്ടിന് ഇമോഷൻ ഇല്ലല്ലോ. സോ നമുക്കും അവിടെ ഇമോഷൻ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. സോ ഇനി എപ്പോഴാണ് ഇത് ചെയ്യേണ്ട സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സ്പെസിഫിക് ടൈം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നല്ലത്. മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കോളേജിലേക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇത് അഫേം ചെയ്തുകൊണ്ടിരിക്കാം. പോകുന്ന ആ ഒരു ടൈം ഇപ്പോൾ ഒരേ സമയത്തായിരിക്കും മിക്കവാറും നമ്മൾ കോളേജിലേക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത്. നിങ്ങൾ ബസ്സിലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് അഫേം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് അഫേം ചെയ്തുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരു സ്പെസിഫിക് ടൈം, ഇപ്പൊ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇത് അഫേം ചെയ്യാം. അതായത് ഒരു സ്പെസിഫിക് ടൈം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഇതൊരു മിനിമം 21 to 33 days എങ്കിലും ചെയ്യണം. 45 days ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. 21 മുതൽ 33 ദിവസം വരെയെങ്കിലും നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 45 ദിവസം റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഒരു കാര്യം നമ്മളുടെ ഹാബിറ്റ് ആയിട്ട് മാറണമെങ്കിൽ ഇത് 21 days ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ 21 ദിവസത്തിന് ശേഷം ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട്. കാരണം 21 ദിവസം വരെ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടി ചെയ്യും. പക്ഷെ 21 ദിവസത്തിന് ശേഷം 30 ദിവസം വരെയുള്ള ആ ഒരു സമയം നമുക്ക് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാൻ ഉള്ള ചാൻസ് ഉള്ള സമയമാണ്. അപ്പൊ അപ്പോഴൊക്കെ നിങ്ങൾ ഇത് കൃത്യമായിട്ട് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എപ്പോൾ വരെ നിങ്ങൾക്കിത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അണ്ടിൽ നിങ്ങളിത് ബിലീവ് ചെയ്യുന്നിടം വരെ, അതായത് നിങ്ങൾക്ക് ഒരു ബിലീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതോടെ നിങ്ങളുടെ ലൈഫിൽ ഇത് പോസിബിൾ ആകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നവരെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നിടം വരെ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ,
നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ എന്ന് പറയുന്നത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ ഓറയൊക്കെ വളരെയധികം ക്ലീൻ ആണ്, വളരെയധികം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഇപ്പൊ മണിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ മണി ഫ്ലോസ് ടു മീ എഫോർട്ട്ലെസ്ലി, അല്ലെ, പണം എന്നിലേക്ക് ആയാസരഹിതമായി വരുന്നു എന്ന് നമുക്ക് അഫേം ചെയ്യാൻ പറ്റും. അതുപോലെ ഹെൽത്തി ആൻഡ് സ്ട്രോങ്, നമുക്ക് ഹെൽത്തിനെ കുറിച്ച് അഫേം ചെയ്യാം. ഐ എം ഹെൽത്തി ആൻഡ് സ്ട്രോങ്. ഓക്കെ, ഐ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കാന്നൊക്കെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലെയൊക്കെയുള്ള അഫിർമേഷൻസ് എഴുതി വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ലവ് ആണ് ആഗ്രഹമെങ്കിൽ ഐ എം സറൗണ്ടഡ് ബൈ ലവ് ആൻഡ് പോസിറ്റിവിറ്റി എന്നൊക്കെ എഴുതാം. അതുപോലെ ഐ എം കോൺഫിഡൻറ്റ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഐ എം കോൺഫിഡൻറ്റ് എന്ന് അഫേം ചെയ്ത് ഇങ്ങനെ പറയും. ഇപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ആളുകളെ ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അഫർമേഷൻസ് ഇങ്ങനെയുള്ളത് ഉപയോഗിക്കാം. അതായത് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. നമുക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു കാര്യമാണ്, അല്ലേ. സോ നിങ്ങൾക്ക് ഇതിനകത്ത് വരാൻ പോകുന്ന മിസ്റ്റേക്സ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് സ്കിപ്പിംഗ് ഡേയ്സ് വരും. അതായത് നിങ്ങൾ ചില ദിവസം ഇത് വിട്ടുപോകും. അങ്ങനെ വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ജസ്റ്റ് വേർഡ്സിലേക്ക് മാത്രമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അഫർമേഷൻസ് എഴുതരുത്. എസ്സേ പോലെ അഫർമേഷൻ എഴുതി വെച്ചിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകരുത്. സോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അഫർമേഷൻസ് ഒഴിവാക്കുക. അതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കരുത്. അതായത് നമ്മൾ ഇന്നൊരു സീഡ് നട്ടിട്ട് നാളെ രാവിലെ അതിൽ നിന്നും നമുക്ക് അതിന്റെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും കിട്ടണം, ഫ്ലവേഴ്സ് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല, അല്ലെ. അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ഇത് ഗ്രോ ചെയ്യും, ബിലീഫ് സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾ കൊടുക്കണം. സോ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട്സ് പ്രതീക്ഷിക്കില്ല. ഇത് മാജിക് ഒന്നും അല്ല. ഓക്കെ, ഇനി ഇത് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറോപ്ലാസ്റ്റിയിൽ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്തരത്തിൽ അഫർമേഷൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പുതിയ ന്യൂറൽ പാത്വേസ്, നമ്മളുടെ അഫർമേഷനുമായിട്ട് അലൈൻ ചെയ്യപ്പെടുന്ന പുതിയ ന്യൂറൽ പാത്വേസ്, ബ്രെയിനിലേക്കുള്ള പാത്വേസ് ഉണ്ടാവുന്നുണ്ടെന്നാണ് ന്യൂറോപ്ലാസ്റ്റിയിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ പറയുന്നത്. അതുപോലെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ നമ്മളുടെ ഫോക്കസ് എന്തിലേക്കാണോ അതായിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. സോ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള വേർഡ്സിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള റിസൾട്ടുകളും കിട്ടും. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്, അങ്ങനെയല്ലേ. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻ നിങ്ങൾ പുറത്തോട്ട് വിടുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റിസീവ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുവാണെങ്കിൽ അത് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും, അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ തിരിച്ച് നിങ്ങൾക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കിട്ടും. അപ്പൊ നിങ്ങൾ ഈ വേർഡ്സിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സും പോസിറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസും നിങ്ങളിലേക്ക് വരും. സോ ഇതൊരു ഹാബിറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത കാര്യം. നമ്മൾ 21 ഡേയ്സ് അല്ലെങ്കിൽ 33 ഡേയ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഒരു ഡെയിലി ഹാബിറ്റ് പോലെ നമുക്ക് ഈ അഫർമേഷൻസ്, ഈ റോബോട്ടിക് അഫർമേഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു തോട്ട്സിനെയും നിങ്ങളുടെ തോട്ട്സിനെയും ആക്ഷൻസിനെയും ഒക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടും അതൊരു പോസിറ്റീവ് വേയിലേക്ക് മാറ്റാനായിട്ടും സാധിക്കും. സോ ലാസ്റ്റ് തിങ് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോൾ ടു ആക്ഷൻ എന്നുള്ള കാര്യമാണ്. കാരണം ഇവിടെ പറയുന്നത് കേട്ടോണ്ടിരുന്നാൽ മാത്രം പോരാ, നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആക്കി നോക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് മനസ്സിലാക്കുള്ളൂ. ഇതൊരു മെക്കാനിക്കലായിട്ട് ആദ്യം തോന്നും. ഇപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോൾ അത് മെക്കാനിക്കലായിട്ട് ആദ്യം തോന്നുമെങ്കിലും ഗ്രാജുവലി അത് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിലേക്ക് മാറുകയും ചെയ്യും. ഓക്കെ, ഇതൊരു പവർഫുൾ വേ ആണ് റീപ്രോഗ്രാം, നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ വേ ആണ്. അപ്പൊ ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങളുടെ സക്സസും ഹാപ്പിനെസ്സും വെൽത്തും അബൻഡൻസും എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വേ ആണ് റോബോട്ടിക് അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ ഈ റോബോട്ടിക് അഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. അതുപോലെ നിങ്ങൾ എന്തൊക്കെ റോബോട്ടിക് അഫർമേഷൻസ് ആണ് ഉപയോഗിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം കമന്റ് സെക്ഷനിൽ എനിക്ക് വ്യക്തമാക്കുക. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്, സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ ടിപ്സ് ഓൺ മാനിഫെസ്റ്റിംഗ് യുവർ ഡ്രീം ലൈഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.